Microsoft Excel Part 3 Salary Statement Preparation or Payroll Preparation. ഒരു ഓർഗനൈസേഷൻ്റെ അകത്തുള്ള എംപ്ലോയീസ് നമ്പർ ഓഫ് എംപ്ലോയീസിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് DA, HRA, ഗ്രോസ് സാലറി, PF, ടോട്ടൽ ഡിഡക്ഷൻ, നെറ്റ് സാലറി ഇത്രയും കാൽക്കുലേറ്റ് ചെയ്യുക. സോ ഫസ്റ്റ് ടേബിൾ ക്രിയേറ്റ് ചെയ്യുക. നമ്മൾ ഫസ്റ്റ് 2 സെക്ഷനിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. സോ ഹെഡിങ് സാലറി സ്റ്റേറ്റ്മെൻറ്റ്, സൈസ് 15, ടെക്സ്റ്റ് സ്റ്റൈൽ ടൈംസ് ന്യൂ റോമൻ, ദെൻ സബ് ഹെഡിങ് എംപ്ലോയി എംപ്ലോയി നമ്പർ, നെയിം, ബേസിക് സാലറി, DA, HRA, ഗ്രോസ് സാലറി, PF, LIC, ടോട്ടൽ ഡിഡക്ഷൻ, നെറ്റ് സാലറി. ദെൻ ഫസ്റ്റ് എംപ്ലോയി നമ്പർ 1, 2 ഓട്ടോ ഫിൽ ഓപ്ഷൻ യൂസ് ചെയ്ത് ബാക്കിയുള്ള നമ്പേഴ്സ് ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ചെയ്യുക. നെയിം എൻ്റർ ചെയ്തു, ബേസിക് സാലറി തന്നു, LIC തന്നു. ഇത്രയും ഡോക്യുമെൻറ്റ്സ് ആണ് നിങ്ങളുടെ കയ്യിലുള്ളത്. സോ അവിടെ DA, HRA, PF ഓരോ ഓർഗനൈസേഷനിലും ഡിഫറെൻറ്റ് കാറ്റഗറിയിലാണ് പ്രൊവൈഡ് ചെയ്യുക. സോ അവിടെ ബിലോയിൽ നിങ്ങൾക്ക് മെൻഷൻ ചെയ്തിട്ട് കാണാം DA ഈസ് 55% ഓഫ് ബേസിക്, HRA is 16% of basic and PF is 14% of gross salary. So first DA cell select ചെയ്യുക, ഫസ്റ്റ് സെൽ സെലക്ട് ചെയ്യുക. സോ അവിടെ DA കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, DA ഈസ് 55% ഓഫ് ബേസിക് ആണ്, ഈസ് ഈക്വൽ ടു 55% ഓഫ് എന്ന് പറയുമ്പോൾ 55 ഇൻറ്റു 55% ഓഫ് 55 ഡിവൈഡഡ് ബൈ 100 ആണ്. വേണമെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് അവിടെ 0.55 എന്ന് എഴുതാം. 55 ഡിവൈഡഡ് ബൈ 100 അല്ലെങ്കിൽ ഡയറക്റ്റ് 55 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു ബേസിക്, കറസ്പോണ്ടിങ് ബേസിക് സെലക്ട് ചെയ്യുക, എൻ്റർ കീ പ്രസ് ചെയ്യുക. സോ ഫസ്റ്റ് എംപ്ലോയിയുടെ DA കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സെയിം ഓപ്പറേഷനാണ് ബാക്കി എല്ലാ സെല്ലിലും പെർഫോം ചെയ്യേണ്ടത്. യൂസ് ഓട്ടോഫിൽ ഫീച്ചർ സെലക്ട് ചെയ്യുക, ഡ്രാഗ് ചെയ്യുക. സോ എല്ലാ എംപ്ലോയീസിൻ്റെയും DA അവിടെ കാൽക്കുലേറ്റ് ചെയ്തു. സെയിം വേ HRA ഈസ്, സോ ഫസ്റ്റ് എംപ്ലോയിയുടെ HRA കറസ്പോണ്ടിങ് സെല്ല് കൾസർ പ്ലേസ് ചെയ്യുക. HRA ഈസ് ഈക്വൽ ടു 16% ഓഫ്, ഒന്നുകിൽ 16 ഡിവൈഡഡ് ബൈ 100 എന്ന് എഴുതാം, അല്ലെങ്കിൽ 16 ഡിവൈഡഡ് ബൈ 100 ഈസ് ഈക്വൽ ടു 0.16 ആണ്. 16% ഓഫ് എന്ന് പറയുമ്പോൾ ഇൻറ്റു ബേസിക്. സോ ഫസ്റ്റ് എംപ്ലോയിയുടെ ബേസിക് സെലക്ട് ചെയ്യുക. കഴിഞ്ഞ സെക്ഷനിൽ ചെയ്ത പോലെ എൻ്റർ കീ പ്രസ് ചെയ്യുക. സോ ഫസ്റ്റ് എംപ്ലോയിയുടെ HRA കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സെയിം സെല്ല് സെലക്ട് ചെയ്യുക, ഡ്രാഗ് ചെയ്യുക. ദെൻ ഗ്രോസ് സാലറി. സോ ഗ്രോസ് സാലറി നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതാണ്. അതിൻ്റെ ഇക്വേഷൻ നിങ്ങളുടെ മൈൻഡിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ഗ്രോസ് സാലറി എന്ന് പറയുന്നത് നിങ്ങളുടെ ബേസിക് സാലറിയുടെ കൂടെ DA, HRA ഈ പറയുന്ന അലവൻസ് ആഡ് ചെയ്ത് കഴിഞ്ഞാലാണ് ഗ്രോസ് സാലറി എന്ന് പറയാം. സോ ബേസിക് സാലറി, ഗ്രോസ് സാലറി ഈസ് ഈക്വൽ ടു ബേസിക് സാലറി പ്ലസ് ബാക്കിയുള്ള അലവൻസ് DA പ്ലസ് HRA ഇത്രയും കോമ്പണൻസ് ആഡ് ചെയ്ത് കഴിഞ്ഞാലാണ് ഗ്രോസ് സാലറി എന്ന് പറയാം. സോ ഗ്രോസ് സാലറി കാൽക്കുലേറ്റ് ചെയ്യുക. സെയിം വേ ബാക്കി എല്ലാ എംപ്ലോയീസിൻ്റെയും ഗ്രോസ് സാലറി ഫില്ല് ചെയ്യുക. ദെൻ PF ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട്. PF ഈസ് ഈക്വൽ ടു 14% ഓഫ് ഗ്രോസ് സാലറി ആണ്. സോ 14 ഈസ് ഈക്വൽ ടു 14%, ഒന്നുകിൽ 14 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു ഗ്രോസ് സാലറി എന്ന് പറയാം, അല്ലെങ്കിൽ 14 ഡിവൈഡഡ് ബൈ 100 ഡയറക്റ്റ് പറയാം 0.14 ആണ്. 0.14 ഇൻറ്റു ഗ്രോസ് സാലറി, എൻ്റർ. സോ PF അവിടെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞു. സോ എല്ലാ എംപ്ലോയീസിൻ്റെയും PF കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് LIC ആണ്. LIC എന്ന് പറയുന്നത് ഫിക്സഡ് സാലറി ആണ്. LIC അല്ലെങ്കിൽ ടാക്സ് തരാം, അല്ലെങ്കിൽ ലോൺ തരാം. ഇത് ഫിക്സഡ് സാലറി ആണ്. സോ എല്ലാ എംപ്ലോയീസിനും കറസ്പോണ്ടിങ് ആയിട്ട് ടാക്സ് വേണമെന്നില്ല, LIC ഡിഫൈൻ ചെയ്യണമെന്നില്ല. സോ ഇവിടെ ചില സെൽസ് ബ്ലാങ്ക് ആയിട്ട് കാണാം. സോ സെക്കൻഡ് എംപ്ലോയി LIC ബ്ലാങ്ക് ആണ്, അവിടെ 0 ആണ്, LIC ഇല്ല. ദെൻ ഫോർത്ത് വൺ LIC ഇല്ല. ഓക്കെ, സോ അവിടെ ഒന്നുകിൽ LIC എന്നതിനും അല്ലെങ്കിൽ ലോൺ, ടാക്സ് ഇതൊക്കെ ഫിക്സഡ് ആണ്. ദെൻ നെക്സ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ടോട്ടൽ ഡിഡക്ഷൻ ആണ്. സെയിം വേ ടോട്ടൽ ഡിഡക്ഷൻ ഇക്വേഷൻ നിങ്ങൾ അറിയണം. PF പ്ലസ് ടാക്സ് ആണ് ടോട്ടൽ ഡിഡക്ഷൻ എന്ന് പറയാം. സോ ഇവിടെ PF പ്ലസ്
LIC ആണ് ടോട്ടൽ ഡിഡക്ഷൻ എന്ന് പറയാം. സോ LIC, ലോൺ, ടാക്സ് ഇതിലേതെങ്കിലും ഒരു ക്രൈറ്റീരിയ നിങ്ങളുടെ സെല്ലിൻ്റെ അകത്ത് ടേബിളിൻ്റെ അകത്ത് ഒരു കോളം ഡിഫൈൻ ചെയ്തിട്ടുണ്ടാകും. സോ ടോട്ടൽ ഡിഡക്ഷൻ ഹിയർ ടോട്ടൽ ഡിഡക്ഷൻ ഇസ് ഈക്വൽ ടു PF പ്ലസ് LIC. സോ സെലക്ട് ചെയ്യുക, ദെൻ ഡ്രാഗ് ചെയ്യുക. സോ ടോട്ടൽ ഡിഡക്ഷൻ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞു. ദെൻ ലാസ്റ്റ് കോളം നെറ്റ് സാലറി കാൽക്കുലേറ്റ് ചെയ്യുക. സോ നെറ്റ് സാലറി എന്ന് പറയുന്നത് ടോട്ടൽ സാലറി അല്ലെങ്കിൽ ഗ്രോസ് സാലറി. ഗ്രോസ് സാലറിനെയാണ് ടോട്ടൽ സാലറി കൊണ്ട് മീൻ ചെയ്യുന്നത്. സോ ഗ്രോസ് സാലറി മൈനസ് ടോട്ടൽ ഡിഡക്ഷൻ. ഗ്രോസ് സാലറിന്ന് ഡിഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നെറ്റ് സാലറി കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയും. സോ നെറ്റ് സാലറി ഇസ് ഈക്വൽ ടു ടോട്ടൽ സാലറി ഗ്രോസ് സാലറി മൈനസ് ടോട്ടൽ ഡിഡക്റ്റ് ചെയ്യുക ഈക്വൽ ടു ദിസ് വൺ 35,265. സോ സെൽ ഓട്ടോഫിൽ ഓപ്ഷൻ യൂസ് ചെയ്യും. ഇതാണ് നെറ്റ് സാലറി എന്ന് പറയാം. ഈ ഒരു വാല്യൂ ആണ് സാലറി സ്റ്റേറ്റ്മെൻറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യുക യൂസിങ് MS Excel. സോ എപ്പോഴും ശ്രദ്ധിക്കുക, ബേസിക് സാലറി ആണ്. ബേസിക് സാലറിയും LIC ഇതൊക്കെയാണ് നിങ്ങളുടെ കയ്യിലേക്ക് തരാം. DA കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഇക്വേഷൻ എത്ര പെർസെൻറ്റേജ് ആണ് DA, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് DA കാൽക്കുലേറ്റ് ചെയ്യാം. ബേസിക് സാലറിയുടെ ഇത്ര പെർസെൻറ്റേജ് ആണ് HRA എന്ന് മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ HRA കാൽക്കുലേറ്റ് ചെയ്യാം. ഗ്രോസ് സാലറി കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ബേസിക് സാലറി പ്ലസ് DA പ്ലസ് HRA. ഇതാണ് ഗ്രോസ് സാലറി കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഇക്വേഷൻ. സോ PF തന്നു കഴിഞ്ഞാൽ PF ഒന്നുകിൽ ബേസിക് സാലറിനെ ബേസ് ചെയ്തുകൊണ്ട് ഡിഫൈൻ ചെയ്യും ഓർ ബേസ്ഡ് ഓൺ ഗ്രോസ് സാലറി. PF ഈസ് ഈക്വൽ ടു ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് 14% ഓഫ് ഗ്രോസ് സാലറിയാണ്. സോ കാൽക്കുലേറ്റ് ചെയ്യുക. LIC എല്ലാ എംപ്ലോയീസിന് കറസ്പോണ്ടിങ് ആയിട്ടും LIC ഡിഫൈൻ ചെയ്യണമെന്നില്ല, അതൊരു ഫിക്സഡ് ആണ്. ഓക്കെ, ദെൻ ടോട്ടൽ ഡിഡക്ഷൻ. ടോട്ടൽ ഡിഡക്ഷൻ ഇക്വേഷൻ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. ടോട്ടൽ ഡിഡക്ഷൻ എന്ന് പറയുന്നത് PF പ്ലസ് LIC ആണ്. ലാസ്റ്റ് വൺ നെറ്റ് സാലറി. നെറ്റ് സാലറി ടോട്ടൽ സാലറിന്ന് ടോട്ടൽ ഡിഡക്ഷൻ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ സാലറി മൈനസ് ടോട്ടൽ ഡിഡക്ഷൻ, ഇതാണ് നെറ്റ് സാലറി എന്ന് പറയാം. ഈ ഒരു വാല്യൂ ആണ് എംപ്ലോയീസിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് സാലറി സ്റ്റേറ്റ്മെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. ദെൻ കോളം ഹെഡിങ് വേണമെങ്കിൽ നമുക്ക് സ്റ്റൈൽ ഫോർമാറ്റൊക്കെ ചേഞ്ച് ചെയ്യാം, ഫോർമാറ്റ് സൈസൊക്കെ ചേഞ്ച് ചെയ്യാം. ദെൻ അലൈൻമെൻറ്റ് ഞാൻ ജസ്റ്റ് ചേഞ്ച് ചെയ്യുകയാണ് ഇവിടെ അലൈൻമെൻറ്റ്. സോ കറസ്പോണ്ടിങ് സെല്ല് സെലക്ട് ചെയ്യാം. ഇവിടെ ഒരു ഓപ്ഷൻ കാണാം, ഓറിയൻറ്റേഷൻ സെലക്ട് ചെയ്യുക. ദെൻ ഓറിയൻറ്റേഷൻ സെല്ലിൻ്റെ അകത്തുള്ള ഫോണ്ടിൻ്റെ സ്റ്റൈൽ ചേഞ്ച് ചെയ്യാണ്. സോ ഏത് ഫോർമാറ്റാണ്, ഹൊറിസോണ്ടൽ ആണെങ്കിൽ ഈ ഒരു വാല്യൂ, അപ്പറിലേക്കാണെങ്കിൽ ഈ ഒരു വാല്യൂ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റൈൽ ചേഞ്ച് ചെയ്ത് കാണാം. ഓക്കെ, DA ഈ ഒരു ഫോർമാറ്റിലൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാം. HRA ചേഞ്ച് ചെയ്യണമെങ്കിൽ സെല്ല് സെലക്ട് ചെയ്യാം, അഗെയിൻ ഓറിയൻറ്റേഷൻ സെലക്ട് ചെയ്യാം, ദെൻ കറസ്പോണ്ടിങ് ചേഞ്ചസ് ഇവിടെ ഫോം ചെയ്യാം. ഈ ഒരു വാല്യൂ ഫോർമാറ്റിൽ അവിടെ ചേഞ്ചസ് ഒക്കെ വരുത്താവുന്നതാണ്. അതിനുശേഷം വേണമെങ്കിൽ കംപ്ലീറ്റ് സെലക്ട് ചെയ്ത് നമുക്ക് ബോർഡറൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാം. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ബോർഡർ ഓപ്ഷൻ കാണും. സോ അവിടുന്ന് ബോർഡർ സെലക്ട് ചെയ്യാം. ഈ ഒരു വാല്യൂ എംപ്ലോയി സാലറി സ്റ്റേറ്റ്മെൻറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യാം.